ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ. അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് വിറച്ചു, ഭൂതത്തെയാണ് കാണുന്നതെന്ന് അവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. എന്നെ സ്പർശിച്ചു നോക്കുവിൻ. എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വച്ച് ഭക്ഷിച്ചു. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ക്ഷമിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ കേട്ടിട്ടുള്ള വചനം, നമ്മൾ വീണ്ടും വീണ്ടും വചനങ്ങൾ കേൾക്കുന്നു. വീണ്ടും വീണ്ടും ഈ വചനത്തെക്കുറിച്ച് കേട്ടത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തെ സൂക്ഷിക്കാൻ പഠിച്ചാൽ, വചനത്തെ ഹൃദയത്തിലും ചിന്തയിലും സൂക്ഷിക്കാൻ പഠിച്ചാൽ, അപകടങ്ങളിലും തകർച്ചയിലും ആ വചനം അവരെ സംരക്ഷിക്കും. ഹല്ലേലൂയ. നമുക്ക് എത്ര വചനങ്ങൾ കാണാൻ പറയാം? ഒന്ന് പരിശോധിച്ച് നോക്കി. വർഷങ്ങളേറെയായിട്ട് നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ്. എന്നും കുർബാനയിൽ അച്ഛൻ വചനം വായിക്കും. എന്ന് കുർബാനയിൽ പോകുന്നുണ്ടോ അന്ന് അച്ഛൻ ഉറപ്പായിട്ടും വചനം വായിച്ചിരിക്കും. ഞായറാഴ്ചകളിൽ പഴയ നിയമത്തിൽ നിന്നും ഉണ്ടാവും, പുതിയ നിയമത്തിൽ നിന്നും ഉണ്ടാവും, ലേഖനങ്ങളും ഉണ്ടാവും. ഇതെല്ലാം വചനങ്ങളാണ്. സാധിക്കുന്ന ദിവസങ്ങളെല്ലാം നമ്മൾ പള്ളിയിൽ പോകുന്നവരാണ്. പള്ളിയിൽ പോയപ്പോൾ നമ്മളൊരു ശത്രുവിനെ കണ്ടു, മറന്നുപോകും. നമ്മുടെ ഒരു ശത്രുവിനെ നമ്മൾ പള്ളിയിൽ വെച്ച് കണ്ടു, മറന്നുപോകും. പള്ളി കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു, മറന്നുപോകും. വേറൊരു കൂട്ടുകാരിയെ നമ്മൾ കണ്ടു. നമ്മൾ ആദ്യം പറഞ്ഞ വാക്കന്നെ, അവളെ ഞാൻ പള്ളിയിൽ വെച്ച് കണ്ടായിരുന്നു. ഹല്ലേലൂയ. കേട്ട വചനം ഏതെങ്കിലും നമ്മുടെ തലയിൽ ഇരുന്നോ? ഇരുന്നോ? ഇല്ല. എന്ത് ഇരുന്നു തലയിൽ? നമ്മുടെ തലയിൽ എന്തൊക്കെ ഇരുന്നു? വചനം ഏതെങ്കിലും നമ്മുടെ തലയിൽ ഇരിക്കുമോ? കേൾക്കും, പക്ഷെ അത് ആത്മാവിൽ ലയിക്കാതെ, നമ്മുടെ ജീവിതത്തിലേക്ക് ലയിപ്പിച്ചെടുക്കാതെ അതൊരു കഥയായിട്ട് മാത്രം കേൾക്കുന്ന ആളുകളും ഉണ്ട്. വചനം കേട്ടു, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, അത് നമ്മൾ ഭാവനയെ കണ്ടു, ഒരു കഥ പോലെ അല്ലേ. വിതച്ചപ്പോൾ ചിലതെല്ലാം വഴിയരികിൽ വീണു, അത് നമ്മൾ ഭാവനയിലൊരു കഥ പോലെ കണ്ടു അല്ലേ. ഒരു സീരിയൽ കാണുന്ന പോലെ നമ്മൾ കണ്ടു. ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് നല്ല നിലത്ത് വീണു.
കേൾക്കാൻ ചെവിയുള്ളവൻ. ആരോടാ അത് പറഞ്ഞത്? കേട്ടതാരാ? ചെവിയുള്ളവരല്ലേ കേട്ടെ? ആണോ അല്ലയോ? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറുക്കി കളയാൻ കഴിവുള്ള ഒരു ശക്തി നിങ്ങളുടെ കൂടെ നിരന്തരമുണ്ട്. അതിനെ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വചനം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കാത്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനം എത്ര കേട്ടാലും കൊതിരിയോ? കേട്ടത് തന്നെ വീണ്ടും വീണ്ടും കേൾക്കും. ഈ വചനം നമ്മൾ കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. നമ്മൾ കേട്ട വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ മാറ്റിമറിക്കാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ നമ്മൾ പരുവപ്പെടുത്തിയിട്ടുണ്ടോ? ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ കേട്ട വചനം നമ്മളെ ഏത് തലത്തിലേക്കാണ് ഉയർത്തുന്നതെന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. കഥയായിട്ട് സ്വീകരിക്കാതെ ഈ വചനം നമുക്ക് കേൾക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മൾ ചവിട്ടി കയറാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ്. അങ്ങനെ നമ്മൾ പഠിക്കും. ഹല്ലേലൂയ. ഇങ്ങനെ കർത്താവിന്റെ വചനം പറയുകയാണ്, ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കും. പറ്റുമോ? നമുക്കാരെങ്കിലും ശത്രുക്കളുണ്ടോ? ശത്രുക്കളുണ്ടോ? നമുക്ക് ആർക്കും ഇല്ല ശത്രുക്കൾ. ഹല്ലേലൂയ. ഇരിക്കണ മുഴുവൻ ശത്രുക്കളാ. ഇരിക്കുന്നത് മുഴുവനും ശത്രുക്കളാണ്. ഇനി ഇളിച്ച് കാണിച്ചിരിക്കല്ലേ, ഇളിച്ച് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. 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 നമുക്ക് ആ ഒരു കാര്യം നമുക്കറിയാം. എന്ത് കാര്യം അറിയാം? അത് നമുക്കറിയാവുന്ന ആരും നമ്മളെല്ലായിടത്തും പിടിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശത്രുവിന്റെ നേരെ നോക്കി നമുക്ക് ചിരിക്കാൻ പറ്റുമോ? നമ്മൾ ആരുടെ നേരെ നോക്കിയാൽ സാധാരണ ചിരിക്കാറില്ല? നമ്മളെ അംഗീകരിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ മനസ്സിലാക്കുകയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുടെ നേരെ നമ്മൾ ചിരിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പലതും പറയാനുണ്ടാവും. ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളുടെ അടുത്താണ് നമ്മുടെ ഹൃദയം എല്ലാം തുറന്നു വയ്ക്കുന്നത്. എന്നിട്ട് ഈശോ ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. അതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. ഒരാൾ സ്നേഹിച്ചാൽ പോലെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കും. ഈശോ സ്നേഹിച്ചതിന്റെ സ്നേഹത്തിന്റെ സാരാംശം എന്താ? എങ്ങനെയാ സ്നേഹിച്ച ഈശോ? ഈശോ എങ്ങനെയാ നമ്മൾ സ്നേഹിച്ചത്? ജീവൻ നൽകി സ്നേഹിച്ചു. പിന്നെ സ്നേഹം നൽകി സ്നേഹിച്ചു. സഹനം സ്വീകരിച്ച് സ്നേഹിച്ചു. നന്മകൾ തന്ന് സ്നേഹിച്ചു. അനുഗ്രഹങ്ങളും സൗഖ്യവും ഒക്കെ തന്ന ദൈവം നമ്മളെ സ്നേഹിച്ചു. മരിച്ച ആളെ എങ്ങനെ സ്നേഹിച്ചത്? ആളെ ജീവൻ നൽകി സ്നേഹിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ വലിയ കാര്യം ഈശോ വേണ്ടി ചെയ്തു. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നമുക്ക് ചെയ്തു തരാൻ കഴിവില്ല, പറ്റാത്ത പോലും കാര്യങ്ങൾ പോലും ദൈവം നമുക്ക് വേണ്ടിയിട്ട് മരിക്കേണ്ട സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയിരുന്നു. എന്നിട്ടും ദൈവം എനിക്ക് ജീവൻ തന്നു, അല്ലെങ്കിൽ സൗഖ്യം തന്നു, സംരക്ഷണം തന്നു എന്ന് പറയാൻ പറ്റും. അപകടം ഉണ്ടായി, പക്ഷെ മരണപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റില്ലേ? നമുക്കിപ്പോഴുള്ള പരാതി എന്നാണെന്നറിയോ? ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യം കിട്ടിയിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കടം മാറുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പ്രശ്നം തീരുന്നില്ല. എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറുന്നില്ല എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നമ്മൾ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. പുറകിലേക്ക് ചിന്തിച്ചാൽ
ഈ കഴിഞ്ഞ യാത്ര, ഇന്ന് മുതൽ ഇന്നലകളിലേക്ക് യാത്ര ചെയ്തോ. യാത്ര ചെയ്യുമ്പോൾ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നടന്നത് പലപ്പോഴും, അല്ലേ അല്ലേ? മണ്ടൂല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നെങ്കിലും കർത്താവ് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. തീരുമാനമാണ് നമ്മൾ വചനം കേൾക്കുമ്പോ. സ്നേഹമുള്ളവരെ, നന്ദി, സ്തുതി. നമ്മള് ദൈവവചനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഗൗരവത്തിനും അതിൻ്റെതായ തീക്ഷ്ണതയിലും നമ്മളായിരിക്കണം. ദൈവവചനത്തിന് അതിൻ്റെതായ വില കൽപ്പിക്കണം. ഇപ്പം ഞാൻ ഇന്ന് സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളോട് തമാശ പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ എൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ വികാരിയച്ഛനെ വന്ന് പറയണമെങ്കിൽ ഈ തമാശക്ക് വികാരിയച്ഛനോട് പറയാൻ പറ്റുമോ? ഈ കുശുബൂത്തിലൊക്കെ വികാരിയച്ഛനോട് ചെയ്യാൻ പറ്റുമോ? അപ്പം നമ്മൾ വികാരിയച്ഛനോ എൻ്റെ എന്നല്ല, വചനത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. വചനത്തിന് വില കൊടുക്കണം. നീ അളക്കുന്ന അളവ് കൊണ്ട് നിനക്കും അളന്ന് കിട്ടും. ഞാൻ പറഞ്ഞല്ല, ദൈവത്തിന്റെ വചനം ഞാൻ പറയുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിന് ദൈവത്തോളം വിലയുണ്ട്. ദൈവവചനത്തിന് ദൈവത്തോളം വിലയുണ്ട്. അപ്പോ ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ആ വ്യക്തിക്ക് വചനമയച്ച് സുഖപ്പെടുത്തുന്ന, വചനം പറഞ്ഞ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ആ വ്യക്തിക്ക് ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ വിശ്വാസത്തിന്റെ തോത് അളന്നു നോക്കുക. ദൈവം വിശ്വാസത്തിന്റെ തോത് അളന്നു നോക്കണം. എങ്ങനെയാണ്? ആ വ്യക്തിക്ക് സഹനം അനുവദിക്കുന്നുണ്ടാവും. സഹനം, രോഗം, തകർച്ച, പ്രയാസങ്ങൾ, കടബ ദൈവം അനുവദിക്കുന്നതാ. ദൈവം അനുവദിക്കുന്നതിന് പിന്നില് ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്. ജെറമിയ 29:11 നമ്മൾ കാണാണ്ട് പഠിച്ചിരുന്ന വചനം ഏതായിരിക്കും അത്? ആർക്കറിയാം? തുടങ്ങി വെച്ചാൽ പൂർത്തീകരിക്കാൻ അറിയാം. അങ്ങനെ അറിയാവുള്ളൂ. എനിക്ക് അങ്ങനെയാണ് ആദ്യം തുടങ്ങുന്നത്. തന്നെയാണ് എനിക്ക് നിങ്ങളെ കുറിച്ച്, അങ്ങനെയല്ലേ എഴുതി വെച്ചേ? എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ ഓർത്തോളണം, എനിക്ക് നിങ്ങളെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെയാ വചനം പറയുന്നത്. അപ്പൊ നമ്മള് ആ വചനത്തെ മാറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ചില പദ്ധതികളും പ്ലാനൊക്കെ ആയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ട്? നാളെ എന്ത് ചെയ്യണം? ഈ സമയത്ത് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം പ്ലാനുകളില്ലേ നിങ്ങൾക്ക്? ജോലിക്ക് വാങ്ങിക്കാം, അത് പ്ലാനല്ലേ? അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മൾ മനക്കോട്ട കെട്ടി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പ്ലാനുകളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുള്ള, പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ വേറെയുണ്ട്. ദൈവത്തിന്റെ പ്ലാനുകൾ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തകർച്ചയാണ്, എനിക്ക് രോഗമാണ്, ഈ രോഗം പോലും എന്തായിട്ട് മാറ്റുന്ന ദൈവം പറഞ്ഞേക്കുന്നത് എന്തറിയാമോ? ഇത് നിന്റെ നാശത്തിനുള്ളതല്ല എന്നാ വചനം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഇത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. നമുക്ക് നിരാശയാ, നമുക്ക് പ്രത്യാശയുണ്ടോ? ഓരോ ദിവസം കഴിയുന്നവരും നമ്മൾ നിരാശയിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കുടുംബത്തിലേക്ക് നോക്കിയേ. ഓരോ കുടുംബങ്ങളിലും സ്നേഹം കൊണ്ട് സ്നേഹിച്ചിരുന്ന ആളുകളിൽ ഒരാള് മരണപ്പെടുന്നു. അപ്പൊ മറ്റേ ആൾക്ക് എന്തായിരിക്കും അവസ്ഥ? സങ്കടവും നിരാശയും തന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ പൂവിന്റെ അടിയിലെ ഇതളുകൾ താഴേക്ക് പൊഴിഞ്ഞു വീഴുന്നത് പോലെ ഓരോ കുടുംബത്തിലും അല്ലെങ്കിൽ ദേശത്തു നിന്ന് ഒരു വ്യക്തി അടർന്നു പോകുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ വേറൊരാൾ മരിച്ചു പോകുന്നു. ഇങ്ങനെ പൂവിന്റെ ഇതളുകളെല്ലാം തീർന്ന് അവസാനം എന്തായിട്ട് മാറി? വെറും തണ്ട് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു ലോകം. നമ്മൾ നോക്കുമ്പോൾ വചനം പറയുന്നത് നിങ്ങളുടെ നഗരം